മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള തമിഴ്നാട് അതിർത്തിയായ വഴിക്കടവ് ആനമറയിൽ അന്തർ സംസ്ഥാന പാതയിൽ പരിശോധന ശക്തമാക്കി പോലീസ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ചുരം പാതയുടെ വിവിധ ഭാഗങ്ങളിലായി സംയുക്ത പരിശോധന നടക്കുന്നത്. വഴിക്കടവ് ആനമറി എക്സൈസ് ചെക്ക് പോസ്റ്റിന്റെ പുതിയ കണ്ടെയ്നർ മൊഡ്യൂൾ നാടിന് സമർപ്പിച്ചു. മലപ്പുറം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ EPCB ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവൈഎഫ്ഐ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നുണ പറയാൻ മത്സരം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് സെക്രട്ടറിയും മുനിസിപ്പൽ കൌൺസിലറുമായ അരുൺ ദാസ് ഉദ്ഘാടനം ചെയ്തു. ആര്യടൻ ഷൗക്കത്തിന്റെ വിജയത്തിനായി മരുതയിൽ ആവേശമെതിറിയ UDF കൺവെൻഷൻ. സ്ത്രീകളടക്കം നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത്. കൺവെൻഷൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഇസ്മയിൽ മോത്തേടം ഉദ്ഘാടനം ചെയ്തു. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ നിലമ്പൂരിൽ സംഘടനയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരള തമിഴ്നാട് അതിർത്തിയായ വഴിക്കടവ് ആനമറിയിൽ അന്തർ സംസ്ഥാന പാതയിൽ പരിശോധന ശക്തമാക്കി പോലീസ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ചുരം പാതയുടെ വിവിധ ഭാഗങ്ങളിലായി സംയുക്ത പരിശോധന നടക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കള്ളപ്പണം, ലഹരി ഇറക്കുമതി എന്നിവ തടയുന്നതിനാണ് പോലീസ്, വനം, എക്സൈസ്, മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടക്കുന്നത്. പരിശോധനയിൽ കാറിൽ രൂപമാറ്റം വരുത്തിയ കൊയിലാണ്ടി സ്വദേശികൾക്ക് പിഴ ഈടാക്കുകയും ചെയ്തു. ആംബുലൻസിൽ ഉപയോഗിക്കുന്ന ഹോൺ ഘടിപ്പിക്കുകയും സൈലൻസറിന് രൂപമാറ്റം വരുത്തുകയും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനുമാണ് ഇവരിൽ നിന്നും പിഴ ഈടാക്കിയത്. ഇതിനു പുറമെ KNG റോഡിൽ ആനമറി വനം എക്സൈസ് ചെക്ക് പോസ്റ്റുകൾക്ക് സമീപം പോലീസിന്റെ സ്പെഷ്യൽ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനവും നടക്കുന്നുണ്ട്. മേഖലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഒരു SIയുടെ നേതൃത്വത്തിൽ പോലീസുകാരും സായുധ സേനാംഗങ്ങളുമാണ് ഇവിടെയുള്ളത്. 24 മണിക്കൂറും ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കും. നാടുകാണി ചുരം ഇറങ്ങി വരുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും പരിശോധന നടത്തും. വഴിക്കടവ് ആനമറി എക്സൈസ് ചെക്ക് പോസ്റ്റിന്റെ പുതിയ കണ്ടെയ്നർ മൊഡ്യൂൾ നാടിന് സമർപ്പിച്ചു. മലപ്പുറം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ EPCB ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല ഒരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുക എന്നത് ഏവരുടെ ആഗ്രഹമാണ്. നല്ലൊരു ഔട്ട്പുട്ട് ആ ഓഫീസിൽ ഉണ്ടാവുക. ചെക്ക് പോസ്റ്റിൽ വളരെ റീസെന്റ് ആയിട്ട്, വളരെ അടുത്ത ഒന്നരാഴ്ച മുമ്പായിട്ട് നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു ക്യാച്ചാണ് ഇവിടെ നടത്തിയത്. 62,67,800 രൂപ ട്യൂബ് മണി പിടിച്ചു. സത്യത്തിൽ ആ ഒരു കേസിലാണ് ഈ ഇലക്ഷനോടനുബന്ധിച്ചുള്ള പല മീറ്റിങ്ങുകളിലും എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ അഭിമാനത്തോടുകൂടി പറയാനുണ്ട്. മറ്റ് സ്ഥലത്തു നിന്ന് നമ്മുടെ ജില്ലയിലെ ആകെ ഒരു എൻട്രി പോസ്റ്റാണ് വഴിക്കടവ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നല്ല കൃത്യമായ പരിശോധനകൾ നടക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലേക്ക് പണമോ അല്ലെങ്കിൽ സ്വർണ്ണമോ അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കളോ ഒക്കെ കൊണ്ടുവരുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടർ P. ജയപ്രസാദ് അധ്യക്ഷത വഹിച്ചു. സിഡ്കോ പ്രതിനിധിക്കുള്ള ഉപഹാര സമർപ്പണം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ നിർവഹിച്ചു. ചെക്ക് പോസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുധി K. സത്യപാലൻ, സംഘടനാ പ്രതിനിധികളായ E. ജിനീഷ്, K. രാമകൃഷ്ണൻ, KM ബാബുരാജ്, E. അഖിൽദാസ്, ജനമൈത്രി സർക്കിൾ ഇൻസ്പെക്ടർ O. സജിത, നിലമ്പൂർ റേഞ്ച് ഇൻസ്പെക്ടർ ഷഫീഖ് എന്നിവർ സംസാരിച്ചു. പഴയ കണ്ടെയ്നറിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളാണ് പുതിയ കണ്ടെയ്നറിൽ ഒരുക്കിയിട്ടുള്ളത്. ഇൻസ്പെക്ടറുടെ മുറി, ഓഫീസ്, വിശ്രമ മുറി എന്നിവയെല്ലാം ഒരുക്കിയ കണ്ടെയ്നറിൽ 3 എയർ കണ്ടീഷനുകളും ഒരുക്കിയിട്ടുണ്ട്.
ചെക്ക് പോസ്റ്റിന്റെ പരാധീനതകൾ മൂലം ജീവനക്കാർക്ക് കൃത്യമായി ജോലി ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആനമറയിൽ നിന്നും അന്തർ സംസ്ഥാന പാതയിലെ പഴയ എക്സൈസ് ചെക്ക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുവാൻ അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നു. കള്ളക്കടത്തുകാർക്കും ലഹരി മാഫിയയ്ക്കും പുതിയ ചെക്ക് പോസ്റ്റ് തുണയാകുമെന്ന പൊതുജന വികാരം ഉൾക്കൊണ്ടാണ് നിലവിലെ സ്ഥലത്ത് തന്നെ പുതിയ കണ്ടെയ്നർ മൊഡ്യൂൾ എക്സൈസ് അധികൃതർ സ്ഥാപിച്ചത്. 2 മാസം മുൻപാണ് പുതിയ കണ്ടെയ്നറിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. അസൗകര്യങ്ങളുടെ നടുവിൽ പ്രവർത്തിച്ചിരുന്ന ചെക്ക് പോസ്റ്റിൽ ദുരിതം പേറിയാണ് ജീവനക്കാർ ജോലി ചെയ്തിരുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് പുതിയ കണ്ടെയ്നർ മൊഡ്യൂൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതോടെ അന്തർ സംസ്ഥാന പാതയിലെ ലഹരിക്കടത്ത് സംഘങ്ങൾക്ക് ഒരു പരിധിവരെ കടിഞ്ഞാണിടുവാൻ എക്സൈസ് വകുപ്പിന് സാധിക്കും. ഡിവൈഎഫ്ഐ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നുണ പറയാൻ മത്സരം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് സെക്രട്ടറിയും മുനിസിപ്പൽ കൗൺസിലറുമായ അരുൺ ദാസ് ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂര് കഴിഞ്ഞ 10 വർഷം കൊണ്ട് വലിയ വികസനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു നാടാണ്. ഇത്തരത്തിൽ ഒരു വികസനത്തിന്റെ ലോകത്തിലേക്ക് നിലമ്പൂരിനെ കൈപിടിച്ചുയർത്താൻ ഇടതുപക്ഷത്തിന് സാധിച്ചത് കഴിഞ്ഞ 10 വർഷക്കാലം നിലമ്പൂരിൽ കോൺഗ്രസിനോ UDFിനോ ഒരു MLA ഇല്ലാതായി എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ കഴിഞ്ഞ 6 മാസക്കാലം മാത്രം നിലമ്പൂരിലെ MLA ആയ പുതിയ MLA ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് നിലമ്പൂർ കൈവരിച്ച നേട്ടങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് നേടിയെടുത്തതാണ് എന്നുള്ളതാണ്. നിലവിലെ MLA ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത സാഹചര്യത്തിലാണ് നിലമ്പൂർ ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചിട്ടുള്ളത്. MLAയുടെ വീടിന്റെ മുമ്പിലൂടെ പോകുന്ന റോഡായി മാറിയത് ഇവിടെ ഇടതുപക്ഷം ഭരിച്ചപ്പോഴാണ്. നിലമ്പൂർ ടൗൺ റോഡ് യാഥാർത്ഥ്യമായത് നിലമ്പൂർ ഇടതുപക്ഷം ഭരിച്ചപ്പോഴാണ്. നിലമ്പൂരിൽ മലയോര ഹൈവേ വന്നത് നിലമ്പൂരിൽ ഇടതുപക്ഷം ഭരിച്ചപ്പോഴാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് അണ്ടർപാസ് വന്നത് നിലമ്പൂർ ഇടതുപക്ഷം ഭരിച്ചപ്പോഴാണ്. നിലമ്പൂർ കൈവരിച്ച വികസന നേട്ടങ്ങളെല്ലാം തന്റേതാണെന്ന് പറഞ്ഞ് ഫ്ലെക്സ് അടിക്കുന്ന MLAയെ പരിഹസിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ നുണ പറയാൻ മത്സരം സംഘടിപ്പിച്ചത്. നിലവിലെ MLA ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത സാഹചര്യത്തിലാണ് നിലമ്പൂർ ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചതെന്ന് അരുൺദാസ് പറഞ്ഞു. നുണ പറയുവാൻ മത്സരത്തിൽ കിരൺദാസ് വിജയിച്ചു. 200 ദിവസം കൊണ്ട് 200 കോടിയുടെ വികസനം നടത്തിയെന്ന നുണയ്ക്കാണ് സമ്മാനം ലഭിച്ചത്. ആര്യടൻ ഷൗക്കത്തിന്റെ വിജയത്തിനായി മരുതയിൽ ആവേശം വിതറിയ UDF കൺവെൻഷൻ. സ്ത്രീകളടക്കം 100 കണക്കിന് പേരാണ് പങ്കെടുത്തത്. മരുത UDF കൺവെൻഷൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഇസ്മയിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ MA ഹമീദ് അധ്യക്ഷത വഹിച്ചു. VA കരീം, ബാബു തോപ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര, CU ഏലിയാസ്, PV മാത്യു, കൊമ്പൻ ഷംസുദ്ദീൻ, വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ, വൈസ് പ്രസിഡന്റ് ഉഷ വേലു, സുനിൽ മണൽപ്പാടം, VK മൊയ്തീൻകുട്ടി, റഷീദ് വരിക്കോടൻ എന്നിവർ സംസാരിച്ചു. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ നിലമ്പൂരിൽ സംഘടനയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ജനറൽ സെക്രട്ടറി T സുഹൈബ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണ് കേരളം എന്ന് നമ്മൾ പറയുമ്പോഴും ആ നമ്പർ 1 ആക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൈകളും അതിലുണ്ട് എന്നുള്ള സംഗതികൾ അതാത് സർക്കാരുകൾ തിരിച്ചറിയണം. ആ രീതിയിൽ തന്നെ മുന്നോട്ട് വരണം. ഇത് കേവലം ഒരു കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ കേരള സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനമല്ല. അങ്ങനെയുള്ളൊരു സമരമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ വശം എന്നുള്ളത് എന്താണ് ഫാർമസിസ്റ്റുകൾ, അതല്ലെങ്കിൽ എങ്ങനെയാണ് മരുന്ന് കൈകാര്യം ചെയ്യേണ്ടത്, മരുന്നുകൾ ഫാർമസിസ്റ്റ് അല്ലാത്തവർ കൈകാര്യം ചെയ്യാൻ ഉണ്ടാകാവുന്ന വിപത്തുകൾ, ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു സംഗതിയുമായിട്ട് മുന്നോട്ട് പോകാനെന്ന് 2 സർക്കാരുകളോടും നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഒപ്പം തന്നെ നമുക്കറിയാം വലിയ ഒരു ജനസഞ്ചയം ഓരോ വർഷവും ഈ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നുണ്ട്. 4900-ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഫാർമസി കോളേജുകൾ ഇന്ത്യൻ ഫാർമസി കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ 4900 കോളേജുകളിൽ നിന്നായി ഓരോ വർഷവും 3.5 ലക്ഷത്തിൻ്റെയും 4 ലക്ഷത്തിൻ്റെയും ഇടയിൽ ആളുകൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട് ഫാർമസിസ്റ്റുകളായിട്ട്. ഇത്തരമൊരു സമീപനം നിൽക്കുക. നമുക്കറിയാം 2008 ഞാൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലുകളുടെ രജിസ്ട്രേഷൻ കേവലം 35,000 ഈ കുറഞ്ഞ വർഷത്തിനിടയ്ക്ക് 1,30,000-ഓളം ആളുകൾ കേരളത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. പ്രാഥമിക കാർഷിക ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് ഫാർമസിസ്റ്റുകളില്ലാതെ ജൻ ഔഷധി കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ അനുമതി നൽകുന്നതിനെതിരെയുള്ള പ്രതിഷേധമായാണ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഏരിയ പ്രസിഡന്റ് പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P നുഫൈൽ, ട്രഷറർ അഖിൽ കുമാർ, മിനിത മോൾ, ഷാലിമ തുടങ്ങിയവർ സംസാരിച്ചു. അൻവർ സാദിഖ്, മുഹമ്മദ് റഫീഖ്, PK ജസീന, മുഹമ്മദ് ജംഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൗണിൽ നിന്നും തുടങ്ങിയ മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. ജീവിതത്തിൽ വഴികാട്ടിയായ ആര്യടൻ ഷൗക്കത്തിന് പിന്തുണയുമായി വിദ്യാർത്ഥികൾ.
വഴികാട്ടി കമ്മ്യൂണിറ്റി കോളേജിലൂടെ 2000-ലേറെ പേർക്ക് തൊഴിൽ നേടിക്കൊടുക്കാൻ വഴിതെളിച്ചത് ആര്യടൻ ഷൗക്കത്തായിരുന്നു. 2010-ൽ ഷൗക്കത്ത് നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് വഴികാട്ടി കമ്മ്യൂണിറ്റി കോളേജിന് തുടക്കമിട്ടത്. PSC പരിശീലനവും തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ പരിശീലനവും നൽകി സ്വന്തം കാലിൽ നിൽക്കുവാൻ ജോലി ഉറപ്പു നൽകുന്നതായിരുന്നു വഴികാട്ടി. വൻതുക ഫീസ് നൽകി പഠിക്കുവാൻ വഴിയില്ലാത്തവർക്കും വഴികാട്ടി അത്താണിയായി. ഫാർമസി ഷോപ്പ് അസിസ്റ്റന്റ് കോഴ്സ് അടക്കമുള്ളവയാണ് നടത്തുന്നത്. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ജോലിയും ഉറപ്പാണ്. PSC പരിശീലനത്തിലൂടെ നിരവധി പേർക്ക് സർക്കാർ ജോലിയും ലഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റും പദവിയും നഗരസഭ ചെയർമാൻ സ്ഥാനവും ഒഴിഞ്ഞപ്പോഴും വഴികാട്ടി കോളേജ് തുടരുവാൻ ഷൗക്കത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. വഴികാട്ടി വാർഷിക ദിനത്തിൽ കുട്ടികൾ ഷൗക്കത്തിന്റെ വീട്ടിലെത്തി പിന്തുണ അറിയിച്ചു. വാർഷികം രക്ഷാധികാരി കൂടിയായ ആര്യടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ NP രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ബാബു വർഗീസ് മുഖ്യാതിഥിയായി. ഷായി S. നായർ, സുസമ്മ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളെ കാണാൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി U. ഷറഫലി എത്തി. ചുങ്കത്തറ മാർത്തോമ കോളേജിലായിരുന്നു അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ സന്ദർശനം. വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും അദ്ദേഹം 1 മണിക്കൂറോളം സംവദിച്ചു. പ്രിൻസിപ്പൽ ബിനിജ ജോർജ് ഷറഫലിക്ക് വിജയം ആശംസിച്ചു. കോളേജ് യൂണിയൻ ചെയർമാൻ റിസ്വാൻ, SFI ഏരിയ പ്രസിഡന്റ് ഷിനാസ്, യൂണിറ്റ് പ്രസിഡന്റ് വഹാബ്, സെക്രട്ടറി ഷാബിൽ എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.